വാട്ട്സപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. കോഴിക്കോട്ടിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഏതായിരിക്കും? നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ കോഴിക്കോടുള്ളത്. എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഏറ്റവും നല്ല ബിരിയാണി എവിടെ കിട്ടും? ബാ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ബിരിയാണി കഴിക്കുന്നതിന് മുമ്പ് നമ്മളൊരു സാമ്പിൾ വെടിക്കട്ടെ എന്ന രീതിയിൽ ചായയും അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ സ്വന്തം കല്ലുമ്മേക്ക ഫ്രൈ ചെയ്തും കാടമുട്ടയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ നേരെ ബിരിയാണി കഴിക്കാനായിട്ട് പോയത്. അങ്ങനെ നമ്മൾ ടിപ്പിക്കൽ ബിരിയാണി കഴിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ടോപ്പ് ഫോമിലാണ് നമ്മൾ ബിരിയാണി കഴിക്കാൻ എത്തിയത്. ഇപ്പം എവിടെയാണ് നമ്മൾ ഇരിക്കണ? ടോപ്പ് ഫോമിലാണ്. റഹ്മത്തിലേക്കാളും പിന്നെ എന്താ പറയുക, പാരഗണിലേക്കാളും നല്ല ബിരിയാണിയാണെന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ടുവന്നേക്കണം. കഴിച്ചു നോക്കിയിട്ട് ഞാൻ റിസൾട്ട് പറയും. എന്നാണ് കോഴിക്കോടുള്ള എല്ലാവർക്കും അറിയാലോ ഇവിടുത്തെ ബിരിയാണി സൂപ്പറാണ്. ഇവിടുത്തെ ബിരിയാണി സൂപ്പറാണെന്ന് കോഴിക്കോടുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ കോഴിക്കോടുള്ള ആരെങ്കിലും കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ബിരിയാണി എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ നല്ല പുതിനയിലെ ചമ്മന്തിയും സാലഡും അച്ചാറും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ ബിരിയാണിയും പറഞ്ഞ് ബീഫ് ബിരിയാണിയും പറഞ്ഞു, പക്ഷേ ഞാൻ കഴിച്ചത് ബീഫ് ബിരിയാണിയാണ്. എനിക്ക് ചിക്കൻ എന്തോ കഴിക്കാനുള്ള മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ഡൈനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഡൈനിങ് ആണ്. നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ ആരുടെ ശല്യവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇനി ബിരിയാണീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി വന്നത് കൊണ്ടാണോ അതോ അന്നത്തെ ബിരിയാണി ശരിയാകാത്തത് കൊണ്ടാണോ എന്താണെന്നോ അറിയില്ല, എനിക്കെന്തോ ആ ടൈമിൽ ബിരിയാണി കഴിച്ചത് സെറ്റായില്ല. എന്തോ എവിടേക്കോ എന്തൊക്കെയോ ഒരു കുഴപ്പങ്ങൾ പോലെയൊക്കെ എനിക്ക് തോന്നി. ചിലപ്പം ഉച്ചയ്ക്കുണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാകാം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. മകനം പുറത്ത്. പീസ് ഔട്ട്.